ഇതാണ് ഞങ്ങളുടെ മൊയ്തു സാഹിബ്. കുടുംബത്തിന്റെ, നാടിന്റെ, നാട്ടുകാരുടെ, മഹല്ല്, മദ്രസ കമ്മിറ്റിയുടെ, മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രിയപ്പെട്ട പറമ്പത്ത് മൊയ്തു സാഹിബ്. ജീലാനിയിലെ ഓരോ മണൽത്തരികൾക്കുമുണ്ടാകും ഒരുപാട് കഥ പറയാൻ. നാടൻ പണികളിലും കൃഷിയിലും ചെറിയ കച്ചവടങ്ങളിലും വ്യാപൃതരായി ഉപജീവനം നടത്തിയിരുന്ന ധാരാളം കുടുംബങ്ങൾ ജീവിച്ചിരുന്ന, സാമ്പത്തികമായി വളരെ പിന്നോക്കമായിരുന്ന ഒരു പ്രദേശമായിരുന്നു ജീലാനി. ഈ ഒരു സാഹചര്യത്തിലാണ് പറമ്പത്ത് മൊയ്തു സാഹിബ് നമ്മുടെ നാട്ടിലെ എല്ലാവരെയും രക്ഷപ്പെടുത്തണം, കരപിന്നോക്കമായ ജീവിതത്തിൽ നിന്ന് എല്ലാവരെയും കരകയറ്റണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാട്ടിലെ പലരെയും തന്റെ കൂടെ മൈസൂറിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും എന്നാൽ കഴിയുന്ന നല്ല ജോലി നൽകി പലരെയും കരകയറ്റിയ ഒരാളായിരുന്നു. അതിനുശേഷമാണ് ജീവിതമാർഗം ഒന്നും കൂടി മെച്ചപ്പെടുത്തണം എന്ന ആഗ്രഹത്താൽ ഗൾഫ് ജീവിതം തേടാൻ തന്നെ പ്രേരിപ്പിച്ചത്. പുതുതായി വന്ന ഇപ്പോൾ ചേർന്ന കമ്മിറ്റി നമ്മുടെ മുൻ പ്രസിഡന്റ് പറമ്പത്ത് മൊയ്തൂക്കാക്ക് നൽകുന്ന യാത്രയപ്പ് അത് ഗംഭീരമാക്കേണ്ടത് മഹല്ല് നിവാസികളായ നമ്മെല്ലാവരുടെയും ഒരു ബാധ്യതയാണ്. കാരണം അദ്ദേഹം നാട് വിട്ട് മൈസൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി ബിസിനസ് നടത്തിയ കാലത്തൊക്കെ മദ്രസയും മദ്രസ ചുറ്റുപാടും അല്ലെങ്കിൽ ജീലാനി മഹലിനെ പറ്റിയും അങ്ങേയറ്റം എല്ലാ സ്ഥലങ്ങളിലും അത് പെട്ടിപ്പിരിവായാലും അതുപോലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സഹായിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് മൊയ്തൂക്ക. നമ്മുടെ പ്രദേശത്ത് നിന്ന് ആദ്യമായി പ്രവാസ ജീവിതം തുടക്കം കുറിച്ച ഒന്തമൽ പോക്കർക്കയും മൊയ്തുക്കയും ആദ്യമായി ബഹ്റൈനിലെത്തിപ്പെട്ടു. ഒന്തമൽ പോക്കർക്ക ഇന്ന് നമ്മോടൊപ്പം ജീവിച്ചിരിപ്പില്ല. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അവരുടെ ഖബറിടം സ്വർഗപ്പൂന്തോപ്പാക്കി മാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അന്ന് ബഹ്റൈനിൽ ഇന്നത്തെ പോലെ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. AC ഇല്ലാത്ത റൂമുകളും മറ്റും എല്ലാത്തിനും പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇവരെത്തിപ്പെട്ടത്. ആദ്യകാലത്തൊക്കെ സൈറ്റുകളിലും മറ്റുമായി ജോലി ചെയ്ത് ഒരാവശ്യം വന്നാൽ പെട്ടെന്ന് നാട്ടിൽ പോകാനാവാത്ത സാഹചര്യത്തിൽ വർഷങ്ങളോളം താമസിച്ചാണ് ഇവരിവിടെ ജീവിതം കഴിച്ചുകൂട്ടിയത്. ഇവിടെയും വളരെ നല്ല രീതിയിൽ ജോലി ചെയ്ത് സ്വന്തം നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഗൾഫില് നല്ല ജീവിതം നൽകി അവരെയും പ്രവാസ ലോകത്തേക്ക് എത്തിക്കാനുള്ള വലിയ പങ്ക് ഇദ്ദേഹം വഹിച്ചിരുന്നു. എന്നാൽ ഇതിൽ നിന്നൊക്കെ നമ്മെ ഏറെ അത്ഭുതപ്പെടുത്തിയത് നാടിനെയും കുടുംബത്തെയും തനിച്ചാക്കി പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പ്രവാസ ജീവിതം നയിച്ചപ്പോഴും പിറന്ന നാടിനെയും നാട്ടുകാരെയും പള്ളി മദ്രസയെയും നെഞ്ചോട് ചേർത്ത മൊയ്തു സാഹിബ് നമ്മുടെ ജീലാനിയുടെ ഇന്നത്തെ പുരോഗതിക്ക് ഒരു വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തി. തിരക്ക് പിടിച്ച പ്രവാസത്തേക്ക് തന്റെ നാടിനെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ബഹ്റൈനിൽ നാട്ടുകാരെ ഒരുമിച്ചുകൂട്ടി മഹൽ കമ്മിറ്റി ഉണ്ടാക്കുകയും നമ്മുടെ പള്ളിയും മദ്രസയും അതുപോലെ നാട്ടിലെ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണങ്ങളും വീട് നിർമ്മാണങ്ങളും ചികിത്സാ സഹായങ്ങളും മറ്റു റിലീഫ് പ്രവർത്തനങ്ങളും എണ്ണാൻ ഒരുപാടുണ്ട്. എല്ലാത്തിന്റെയും ഒരു കപ്പിത്താനായി ഒരു ലീഡറായി ഈ നല്ല മനുഷ്യനുണ്ട്. പ്രിയപ്പെട്ട ജീലാനിയുടെ മൊയ്തൂക്ക, അദ്ദേഹത്തിന് പ്രവാസി സുഹൃത്തുക്കൾ ഒന്നടങ്കം ചേർന്നുകൊണ്ട് ഒരു ഊഷ്മളമായ യാത്രയപ്പ് അടുത്ത വെള്ളിയാഴ്ച സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. ആ പരിപാടി നടക്കുമ്പോൾ ജീലാനി ജുമാ മസ്ജിദിൻ്റെ ജീലാനി മഹല്ല് സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ കണ്ട മൊയ്തൂക്ക അല്ലെങ്കിൽ ഞാൻ പഠിച്ച മൊയ്തൂക്ക എന്ന നിലക്ക് ഒന്ന് രണ്ട് കാര്യം പ്രിയപ്പെട്ട മൊയ്തൂക്കയെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി ആവശ്യാർത്ഥം ആളുകൾ വളരെ അപൂർവമായി പോയിരുന്ന കാലത്ത് തന്നെ വിദേശത്തേക്ക് പോയ ഒരാളായിരുന്നു പ്രിയപ്പെട്ട മൊയ്തൂക്ക. ഗൾഫിലെത്തി ഉടനെ തന്നെ നാട്ടിലുള്ള പലരെയും
ഗൾഫിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു മൊയ്തുക്ക. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ഗൾഫിലെത്തിയപ്പോൾ എനിക്കോ എൻ്റെ കുടുംബത്തിനോ സ്വന്തമായി വല്ലതും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം അതിനേക്കാളൊക്കെ ഉപരി നാട്ടിലുള്ള ദീനീ സ്ഥാപനങ്ങൾ, പള്ളിയാവട്ടെ മദ്രസയാവട്ടെ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങളാവട്ടെ, നാടിന് തന്നെയും എന്തെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യണമെന്ന് തുടക്കം മുതലേ ആഗ്രഹിച്ച ഒരാളായിരുന്നു പ്രിയപ്പെട്ട മൊയ്തുക്ക. ഇതിൽ നിന്നൊക്കെ നമുക്ക് എണ്ണിപ്പറയാൻ പറ്റുന്നത് നമ്മുടെ ഓങ്ങാരപ്പോയിൽ സ്രാമ്പിയുടെ നവീകരണത്തിൻ്റെതാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള സ്രാമ്പിയുടെ ജീർണിച്ച അവസ്ഥ വന്നപ്പോൾ അത് പുനർനിർമ്മിക്കാൻ മുന്നിട്ടിറങ്ങിയതും അത് ഇന്ന് കാണുന്നത് പോലെ മെച്ചപ്പെടുത്തിയെടുത്തത് മൊയ്തുക്ക തന്നെയാണ്. അതുപോലെ നമ്മുടെ മദ്രസയുടെ പുരോഗതിയിൽ മുന്നിട്ട് നിന്ന ഒരു വ്യക്തിയും കൂടിയാണ്. മദ്രസയുടെ ഓരോ നവീകരണത്തിനും മുന്നിട്ടിറങ്ങി ഒന്നാമനായി അദ്ദേഹമുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഇന്ന് കാണുന്ന കാരക്കുന്ന് ജുമാ മസ്ജിദ് പരിസരത്തുള്ള ഖബർസ്ഥാന നിർമ്മാണത്തിലും വലിയ പങ്ക് വഹിച്ചു. എന്നാൽ നമ്മുടെ നാട്ടിലെ ജീലാനി ജുമാ മസ്ജിദ് നാം ഇന്ന് കാണുന്നത് പോലെയാക്കാൻ കഴിയുന്ന ശാരീരികമായാലും സാമ്പത്തികമായാലും ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് നമ്മുടെ മൊയ്തുക്കയാണ്. ഏത് ജോലി ചെയ്യാനും വളരെ നല്ല കഴിവുള്ള മൊയ്തുക്കാക്ക് ബഹ്റൈനിലെ ഇന്റീരിയർ വർക്ക് കമ്പനിയിലെ ഒരു തലവനായി സേവനം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ബഹ്റൈനിലുള്ള പല പള്ളികളുടെ സീലിംഗ് വർക്കുകളും മൊയ്തുക്ക ചെയ്തതാണ്. ഏത് ജോലിയാണെങ്കിലും വളരെ വൃത്തിയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുമാത്രമല്ല, ഏത് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിലും എന്ത് നിർമ്മാണമാണെങ്കിലും 1-ാം നമ്പർ ക്ലാരിറ്റിയിൽ ചെയ്യണം എന്നൊരു വാശിക്കാരനായിരുന്നു നമ്മുടെ മൊയ്തുക്ക. പിന്നീട് സ്വന്തമായി ബിസിനസ് മേഖലയിൽ തിരിഞ്ഞ് ഈ അവസരത്തിൽ ഒരുപാട് ആളുകളെ ഗൾഫിൽ കൊണ്ടുവരികയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തന്റെ മുഹറക്കിലുള്ള റൂമായ അൽ സിദ്ദീഖ് റൂമിൽ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിക്കൊടുത്ത് സഹായിച്ച ഒരു വ്യക്തിയും കൂടിയായിരുന്നു. നമ്മുടെ പ്രദേശത്ത് ആരൊക്കെ ആ കാലഘട്ടത്തിൽ ബഹ്റൈനിലെത്തിയോ അവരുടെയൊക്കെ വിസയുടെ പിന്നിൽ നമ്മുടെ മൊയ്തുക്കയുടെ സാന്നിധ്യമുണ്ടായിരിക്കും. ഒരാൾ ആദ്യമായി ബഹ്റൈനിൽ ഇറങ്ങിയാൽ, ആദ്യമായി എയർപോർട്ടിൽ നിന്നിറങ്ങിയാൽ ആദ്യം എത്തുന്നത് മൊയ്തുക്കയുടെ റൂമിലായിരിക്കും. ഒരാളുടെ ഗൾഫ് ജീവിതത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായാലും അതെല്ലാം മൊയ്തുക്കയുടെ വകയായിരുന്നു. ഈ ഒരു നല്ല മനസ്സുള്ള വ്യക്തിയായതുകൊണ്ട് നാട്ടുകാരുടെ എല്ലാമായിരുന്നു. പ്രിയപ്പെട്ട മൊയ്തുക്ക നാടിനു വേണ്ടി, ദീനിനു വേണ്ടി, സ്വന്തം കുടുംബത്തിനു വേണ്ടി വിയർപ്പൊഴുക്കി. ജീവിതത്തിന്റെ ഉച്ച കഴിയാറായപ്പോൾ പ്രവാസലോകം മതിയാക്കി തിരികെ പോരാൻ ഒരുങ്ങിയപ്പോൾ താൻ പ്രവർത്തിച്ച ബഹ്റൈൻ ജീലാനി മഹല്ല് കമ്മിറ്റി നാട്ടുകാരായ ഊർജ്ജസ്വരരായ പ്രവർത്തകരെ ഏൽപ്പിച്ച് പടിയിറങ്ങുകയായി. അല്ലാഹുവേ, തന്റെ വീടിനേക്കാളും തന്റെ റൂഹിനേക്കാളും നാടിനെ സ്നേഹിച്ച ഞങ്ങളുടെ മൊയ്തീൻ സാഹിബിന് നീ ദുനിയാവിലും ആഖിറത്തിലും ഖൈറും ഇസ്സത്തും ദീർഘായുസ്സും പ്രാധാന്യം ചെയ്യണേ അല്ലാഹ്. മൊയ്തു സാഹിബിന്റെ സ്വപ്നം പോലെ നാടിനെ ഇനിയും ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലെത്തിക്കാൻ നമുക്കും പ്രവർത്തകർക്കും കഴിയട്ടെ. സ്നേഹത്തോടെ മൊയ്തുക്കാക്ക് 1000 യാത്രാമംഗളങ്ങൾ. ഡോക്യുമെന്ററി പ്രിപ്പയറിംഗ് സുഫൈൽ AK, സാലിഹ് പറമ്പത്ത് ആൻഡ് അജ്മൽ ജീലാനി.